2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് കോൺഗ്രസും സിപിഐയും രംഗത്ത് വന്നതോടെ വിവാദം കത്തുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി താമസിച്ച വീട്ടിൽ മാത്രം 11 വോട്ടുകൾ പുതുതായി ചേർത്തതായി കോൺഗ്രസ് ആരോപിച്ചു. ഈ വീടാണ് 11 പേര് സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളുടെയും മറ്റും 11 വോട്ടുകൾ ഇവിടെ ചേർത്തു എന്നാണ് ജോസഫ് രാജറ്റിന്റെ ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഈ വീട് സുജിത്ത് എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ സുഹൃത്തിന്റെ പേരിലുള്ള വീടായിരുന്നു. അവിടെയാണ് സുരേഷ് ഗോപി വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അവിടെയാണ് ഇത്തരം വോട്ടുകൾ ചേർത്തിരുന്നത്. പക്ഷേ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ വീട് സുജിത്ത് മറ്റൊരാൾക്ക് വിറ്റു. പ്രജിത്ത് എന്ന് പറയുന്ന കോലഴി സ്വദേശിയാണ്. അദ്ദേഹം കർണാടകയിൽ ബിസിനസ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനാണ് വിറ്റത്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സഹോദരനുമാണ് ഇവിടെ താമസിക്കുന്നത്. അച്ഛനാണ് എനിക്കിപ്പോൾ ചെയ്യുന്നത്. എത്ര നാളായി ഈ പനഞ്ചേട്ട ഈ വീട് വാങ്ങിയത് അറിയാൻ വയ്യ, മോനെ അറിയുള്ളൂ. ഞങ്ങൾ താമസിച്ചുകൊണ്ട് 3 മാസം കഴിഞ്ഞു. പൂർണ്ണമായി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതെ അതെ, അവൻ്റെ പേരിലാണ് വീട്, എൻ്റെ പേരിലല്ല. 3 പേര്. അതിലിപ്പോൾ ഒരാൾ ക്യാൻസർ രോഗിയാണ്, മോൻ. പിന്നെ ഞാനും വൈഫേ ഉള്ളൂ. വൈഫിന് നല്ല സുഖമില്ല, എനിക്കും സുഖമില്ല. അങ്ങനെ ആ വിശ്രമ ജീവിതം നയിക്കുകയാണ് അവർ. എന്തായാലും 1016 മുതൽ 1026 വരെയുള്ള വോട്ട്, സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളുടെ വോട്ട് ഈ വീട്ടിൽ നിന്നാണ് ചേർക്കപ്പെട്ടത്. അത് 116 നമ്പർ ബൂത്തിൽ ആണ് ചേർക്കപ്പെട്ടത്. ആ വോട്ടുകളൊന്നും ഇപ്പോൾ ഇവിടെയില്ല. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നത് ഈ തൃശ്ശൂരുകാർ മണ്ടന്മാരാണ്, സുരേഷ് ഗോപിയുടെ ഇടപാടുകളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനല്ല, ഒട്ടുമിക്ക നമ്മുടെ നാട്ടിലെ ആളുകളും വിചാരിച്ചിരുന്നത് തൃശ്ശൂരുകാർക്ക് എന്തോ കയ്യബദ്ധം പറ്റി എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഓരോ ന്യൂസുകളൊക്കെ പുറത്തു വരുമ്പോഴാണ് മനസ്സിലായത് തൃശ്ശൂരുകാർക്ക് കയ്യബദ്ധം പറ്റിയതൊന്നുമല്ല, നല്ല നൈസായിട്ട് അങ്ങോട്ട് തൃശ്ശൂരുകാരെ തേച്ച പരിപാടിയാണ് നടത്തിയതെന്നുള്ളത്. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്താണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾക്ക് അവിടെ വോട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ളതൊക്കെ. അതെന്താണ് കുഴപ്പം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബേസിക് ജനാധിപത്യം എന്താണെന്നും ഈ വോട്ടിംഗ് പ്രക്രിയയുടെ ഒരു പരിപാടി എങ്ങനെയാണെന്നുള്ളതൊക്കെ ആലോചിക്കാനുള്ളൊരു ബുദ്ധിയെങ്കിലും വേണം. ഒരു ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കുടുംബക്കാരെല്ലാവരെയും വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അതും 10-14 പേരെ ഒരു താൽക്കാലിക അഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വോട്ട് മാറ്റി അവർക്ക് ഇവിടെ വോട്ടുണ്ടാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും മിനിമം ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ പ്രശ്നം എന്നുള്ളത്. അല്ലെങ്കിലും കൃത്രിമമായിട്ട് ടെമ്പററി അഡ്രസ്സ് ഉണ്ടാക്കുകയും അത് സ്വന്തം അഡ്രസ്സായിട്ട് കണക്കാക്കി കൃത്രിമം കാണിക്കുന്നു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ആദ്യമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അറിയാലോ, പോണ്ടിച്ചേരിയിൽ ഇതുപോലൊരു വാടക വീടും ആ വാടക വീട്ടിൽ താമസിക്കുന്നതായിട്ട് കാണിച്ച് വണ്ടിയുടെ നമ്പർ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുള്ള വളരെ രാജ്യസ്നേഹമുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പോൾ പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്രയും നൈസായിട്ട് തൃശ്ശൂരുകാരെ പറ്റിച്ചിട്ടുള്ള നിൽപ്പും ബഹളവും അഹങ്കാരവും ഒക്കെയാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയൊരു അത്രേ ഉള്ളൂ. നമ്മുടെ കന്യാസ്ത്രീമാരുടെ വിഷയം കഴിഞ്ഞ ശേഷം തൽക്കാലം സുരേഷ് ഗോപിയെ കാണാനില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇതിനും പ്രത്യേകിച്ച് മറുപടിയും കാര്യങ്ങളൊന്നും വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അത് ഇനിയിപ്പോൾ ഇതല്ല, എന്ത് വിഷയമാണെന്നുണ്ടെങ്കിലും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ BJP-ക്കാരിൽ നിന്ന് അതിനൊരു എക്സ്പ്ലനേഷനോ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും പ്രതീക്ഷിക്കേണ്ട. അവരുടെ ഏറ്റവും വലിയ നേതാവിനെ കണ്ടിട്ടാണ് അവർ പഠിക്കുക. നമ്മുടെ നരേന്ദ്രമോദിജി ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ട് ഈ റെക്കോർഡ് ചെയ്ത് റേഡിയോയിൽ കൂടിയും TV കൂടിയും തരുന്ന ക്ലിപ്പുകളല്ലാതെ ഒരു വാർത്താ സമ്മേളനമോ ഒരു എക്സ്പ്ലനേഷനോ പോലും ഇത്രയും നാൾ കൊടുത്തിട്ടില്ല. അതൊന്നും ആർക്കും വേണ്ട, അത് ചോദിക്കാനുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ല. അപ്പോൾ പിന്നെ BJP-യിൽ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഈ നാട്ടിലെല്ലാം ചിലവാകുന്നേ ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് വർഗീയതയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വഴിതെറ്റിച്ച് വിട്ടാൽ മതി. ഇവിടെ എന്ത് തോന്നിയാസം ചെയ്യുക.